പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചതിന് ശേഷം പി.വി. അൻവർ എം.എൽ.എ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിന് അൻവറിനെ കിട്ടൂല. അവര് നിലപാട് വ്യക്തമാക്കിയിട്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിന്റെ ഒപ്പം ഞാൻ പോകും. അതിന് തർക്കമൊന്നുമില്ല. താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതിന് UDF എന്നൊരു സംവിധാനമാണ് പ്രാപ്തമാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിസത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ? ഇത് കേന്ദ്ര ഗവൺമെന്റാണ് വനത്തിന്റെ വലിയ ഓണർഷിപ്പ് ഉള്ളത്. സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നത് വസ്തുതയാണ്. കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെൻമെന്റ് വരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരാ അവിടെ? UDF ആണ്. ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും. കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് എന്താ അതിൽ കാര്യം? കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യലുള്ളൂ. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇത്തരം കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല. ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റിൻ്റെതാക്കുക, ഫോറസ്റ്റുകാർക്ക് അമിതാധികാരം കൊടുക്കുക, CRPCയുടെയും IPCയുടെയും പവർ ഫോറസ്റ്റുകാർ കൊടുക്കുക. മിനിയാന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ട? ആരാ കൊണ്ടുപോയത്? പോലീസാണ്. ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരിക DFOയും BCCFും ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ജീപ്പും അവരുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എൻ്റെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ കുഞ്ഞാട്ടി സാഹിബിൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞാട്ടി സാഹിബിനെ പൊക്കി അവർക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ ശക്തമായ അമെൻമെൻ്റാണ് വരാൻ പോകുന്നത്. ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല. ഇന്ത്യയിലെ മറ്റ് 10-28 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ വനമുണ്ട്. അവിടെ പോലും ഇല്ലാത്ത നിയമം 70% ഫോറസ്റ്റായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത്